പണ്ടെല്ലാം തുലാമാസം വന്ന് തെയ്യക്കാലം തുടങ്ങിയാൽ ഞാനും അമ്മമ്മയും വീട്ടിൽ ഒറ്റക്കാവും. അന്നേരം അമ്മമ്മ എനിക്ക് ഭീമൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടായിന്. ചിലപ്പോൾ കർണൻ്റെ, ചിലപ്പോൾ സീതേൻ്റെ, ചില ദിവസങ്ങളിൽ ഹനുമാൻ്റെ, ശൂർപ്പണഖേൻ്റെ, അങ്ങനെ എന്തോരം കഥകൾ അമ്മമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നറിയോ. പക്ഷേ അതിലൊരിക്കൽ പോലും നിരമിത്രൻ എന്ന് പറയുന്നൊരു പേര് കേട്ടിട്ടില്ലതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കാരണം നമ്മളെല്ലാവരും നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്കപ്പുറത്തേക്ക് അപ്പളെ നിരമിത്രനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിനി. ഇന്ന് നമുക്ക് നിരമിത്രൻ എന്ന് പറയുന്ന പേര് കാണാൻ കഴിയില്ലേ? പച്ചയിൽ കറുപ്പ് മരങ്ങളും മഞ്ഞിച്ച മഞ്ഞയുമുള്ള ഈ ആത്രേയകത്തിലാണ് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന പുസ്തകത്തിലൂടെ ആയിരം പെണ്ണുങ്ങളുടെ കഥ പറഞ്ഞ രാജശ്രീയുടെ ആത്രേയകം എന്ന പുസ്തകത്തിലൂടെ ഹസ്തിനപുരത്തിൻ്റെയും പാഞ്ചാലത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന രണ്ടു രാജ്യങ്ങൾക്കിടയിലും എന്നും അധികാര വടംവലിക്ക് കാരണമാകുന്ന ആത്രേയകം, നിരമിത്രൻ്റെ ആത്രേയകം. ഇടമെന്ന വാക്ക് കേവലം ഒരു സങ്കല്പമല്ലെന്ന് അപമാനത്തിൻ്റെ നോമ്പ് പേറി നമ്മെ ഓർമ്മിപ്പിക്കുന്ന നിരമിത്രൻ, ചതിയുടെയും വഞ്ചനയുടെയും വീർപ്പുമുട്ടൽ പേറുന്ന നിരമിത്രൻ ശരീരത്തിൻ്റെ പേരിൽ ഏൽക്കേണ്ടി വന്ന അപമാനങ്ങളുടെ ഭാരം കൂടെ കൊണ്ടു നടന്നു. അതെ, തിരസ്കാരത്തിൻ്റെ കഥ കൂടിയാണ് ആത്രേയകം. മഹാഭാരതം എന്ന വൻവൃക്ഷത്തിൽ നിന്നും രാജശ്രീ കണ്ടെത്തിയ, വിജയിച്ചിട്ടും തോൽപ്പിക്കപ്പെട്ട നിരമിത്രൻ്റെ സ്നേഹത്തിൻ്റെ കഥ കൂടിയാണ് ആത്രേയകം. ജയം എന്ന വാക്കിൻ്റെ അർത്ഥത്തെ തന്നെ അട്ടിമറിക്കുന്ന കൃതി. ചില നേരങ്ങളിൽ അത്യാവശ്യം ഓർത്തിരിക്കേണ്ടതും മനുഷ്യർ മറന്നുപോകും. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അത്യാവശ്യമായി മനുഷ്യർ മറന്നു കളയേണ്ട ചിലതുണ്ട്. അവ കൃത്യമായ ഇടവേള പാലിച്ച് മുന്നറിയിപ്പില്ലാതെ ചാടി മുന്നിലെത്തും. മനുഷ്യരുടേത് ആകപ്പാടെ ഒരു കൗതുക ജീവിതമാണ്. ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനു നടന്നാൽ.